SSLC പബ്ലിക് എക്സാം ഇതാ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം കുട്ടികൾ ആരും ടെൻഷൻ ഒന്നും അടിക്കേണ്ട. എക്സാം എല്ലാം നല്ല സിമ്പിൾ ആയിരിക്കും. അതേപോലെ എനിക്ക് മറന്നു പോകുമോ എന്നുള്ള യാതൊരുവിധ ടെൻഷനും വേണ്ട. ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടിയാൽ നിങ്ങൾ പഠിച്ചതൊക്കെ നിങ്ങളുടെ മൈൻഡിലേക്ക് താനെ വന്നോളും. അതുപോലെ തന്നെ നിങ്ങൾ എക്സാം ഹാളിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനടുത്ത് ഏതൊക്കെ പഠിച്ചു പഠിച്ചില്ല എന്നുള്ള ഡിസ്കഷൻ ഒന്നും വേണ്ട. അതേപോലെ എക്സാം കഴിഞ്ഞതിന് ശേഷവും നിങ്ങൾ ഡിസ്കഷൻ ഒന്നും വേണ്ട. അത് അവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യുക. ഇനി അടുത്ത എക്സാമിനേക്കുള്ള പ്രിപ്പറേഷൻ ആവണം നിങ്ങൾ ചെയ്യേണ്ടത്. അതുപോലെ നിങ്ങൾ നിർബന്ധമായിട്ടും എക്സാം ഹാളിലേക്ക് വാച്ച് കൊണ്ടുപോവുക. നിങ്ങൾ ഒരു കുപ്പിയിൽ വെള്ളവും നിങ്ങൾ നിർബന്ധമായിട്ടും കൊണ്ടുപോവുക. ടെൻഷനൊന്നും അടിക്കാതെ നിങ്ങൾ കൂൾ ഓഫ് ടൈം പെർഫെക്റ്റ് ആയിട്ട് യൂസ് ചെയ്യണം. നിങ്ങൾ ഏതൊക്കെയാണോ സെഷൻസ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓരോ സെക്ഷൻസും ടൈമിനനുസരിച്ച് ഡിവൈഡ് ചെയ്ത് വെക്കുക. ക്വസ്റ്റ്യൻ നമ്പേഴ്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്യുക. ആൻസർ ഷീറ്റ് കൊടുക്കുന്നതിന് മുമ്പ് നല്ലതുപോലെ നിങ്ങൾ റീഡ് ചെയ്തിട്ട് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി കഴിഞ്ഞിട്ട് ഇതൊന്നും എനിക്ക് പഠിച്ചിട്ടില്ലല്ലോ എന്നുള്ള യാതൊരുവിധ ടെൻഷനും വേണ്ട. നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ആദ്യം എഴുതുക. ഇനി അറിയില്ല എന്നുണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യാതെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകും. എക്സാമിന്റെ ലാസ്റ്റ് മിനിറ്റ് ആകുമ്പോഴേക്കും നിങ്ങൾക്ക് ആൻസേഴ്സ് ഒക്കെ നിങ്ങൾക്ക് മൈൻഡിലേക്ക് വന്നോളും. അപ്പോൾ ലാസ്റ്റ് അതൊക്കെ ഫില്ല് ചെയ്യുക. ഒരു ക്വസ്റ്റ്യൻ പോലും നിങ്ങൾ വിടാതെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പൊ എല്ലാവർക്കും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. യാതൊരു ടെൻഷനും കൂടാതെ കൂളായിട്ട് എക്സാം എഴുതിയിട്ട് വരിക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാമിനേഷൻ.